ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൂന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എന്തോ ഒരു ഏകാന്തത, ആത്മാവിൽ ഒരു നഷ്ടം, എവിടെയോ ഒരു വിഷാദം പോലെ, ഏതെങ്കിലും രീതിയിൽ ഒറ്റപ്പെട്ടോ ജീവിതത്തിൻ്റെയോ ആത്മീയതയുടെയോ ചില സങ്കടങ്ങൾ നിങ്ങളെ വേട്ടയാടി ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നു എങ്കിൽ ഇതാ ഒരു പെന്തിക്കോസ്റ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ്. ഹെഡ്ഫോണൊക്കെ വെച്ച് ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവവചനവുമായി ദൈവത്തിൻ്റെ ബൈബിൾ മാറോട് ചേർത്ത് നമുക്ക് ഒറ്റയ്ക്കാക്കാം. ചുറ്റോട് ചുറ്റും നടക്കുന്നതോ നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ അകത്തൂടെ പോകുന്ന ഏത് തരത്തിലുള്ള ചിന്താഗതികളെയോ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കീഴടക്കി കൈകളിങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച് സങ്കീർത്തകൻ തൻ്റെ സങ്കടങ്ങളിൽ, തൻ്റെ നൊമ്പരങ്ങളിൽ ദൈവാത്മാവിനെ ചേർത്ത് വെക്കുമ്പോൾ ഹൃദയത്തിലേക്ക് ഒഴുകുന്ന സംഗീതം പോലെ നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും, come on. ആത്മാവേ ആത്മാവേ ശുദ്ധാത്മാവേ ആത്മാവേ കണ്ണുകൾ അടച്ച് ആത്മാവേ കൈകൾ മാറോട് ചേർത്ത് ജീവന ജീവാത്മാവേ ഈരടികൾ എടുത്ത് ആത്മാവേ ശുദ്ധാത്മാവേ ജീവന ജീവാത്മാവേ ആത്മാവേ ആഗ്രഹത്തോടെ അകത്തുനിന്ന് ജീവന ജീവാത്മാവേ ആത്മാവേ ശുദ്ധാത്മാവേ ജീവന ജീവാത്മാവേ. സങ്കീർത്തനം 42 ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് സങ്കീർത്തകൻ എഴുതിയിരിക്കുകയാണ്. ഗായക സംഘ നേതാവിന് കോറഹിന്റെ പുത്രന്മാരുടെ ഒരു പ്രബോധന ഗീതമായിരുന്നിത്.
സംഗീതം നമുക്ക് കേൾവിക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരു പ്രബോധനം നൽകുകയാണ്. നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി. ദേവാലയത്തിലേക്ക് ഞാൻ അവരെ ഘോഷയാത്രയായി നയിച്ചു. ആഹ്ലാദാരവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. ജനം ആർത്തുല്ലസിച്ചു. ഹൃദയം പൊട്ടി കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. ഞാൻ ദാഹിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ജനം മുഴുവൻ സന്തോഷത്തിലാണ്. എൻ്റെ ഉള്ളം കണ്ണീരിലാണ്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു. അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസ്ർ മലയിലും വെച്ച് ഞാൻ അങ്ങേ അനുസ്മരിക്കുന്നു. ജീവൻ തന്ന ഒരു ദൈവമുണ്ട്. ജ്വാലയായി മാറ്റിയ, ജ്വലനം നൽകിയ ഒരു ദൈവവുമുണ്ട്. കാവലേകുന്ന, കാതലേകുന്ന ഒരു ദൈവവുമുണ്ട്. ഒറ്റയ്ക്കാകാം, ആരുമില്ലായിരിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം ആത്മാവിൽ ഒരു ഉണർവില്ലായിരിക്കാം. പെന്റിക്കോസ്റ്റൽ എന്ന വേർഡ് എനിക്കൊരു വാക്യം മാത്രമായി നിൽക്കുന്നുണ്ടാകാം. മോനെ, മോളെ, ഈ ഒരു സമയം ഒരു ഒരുക്കത്തിനായി, ദൈവരാജ്യത്തിനായി വിട്ടുകൊടുക്കുമെങ്കിൽ വലിയ അനുഗ്രഹത്തിന്റെ സമയമാകും. അതുകൊണ്ട് ആത്മാവിൽ നമ്മളെ ഒന്ന് വിട്ടുകൊടുത്തേ. മറ്റൊന്നും വേണ്ട. പൂർണ്ണമായ ഒരു സമർപ്പണം. സങ്കീർത്തകൻ പാടുന്നതോടൊപ്പം ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് നീർച്ചാൽ, എന്താണ്? നീർച്ചാൽ തേടുന്ന മാൻപേട പോലെ എൻ്റെ ആത്മാവ് ആഗ്രഹിച്ചു. ജീവൻ നൽകി ജീവനെ മാറ്റി, ജ്വലനം നൽകി ജ്വാലയാക്കി, വചനം നൽകി വാനിലുയർത്തി എൻ കാതലാമേശുവേ. ജീവൻ നൽകി ജീവനെ മാറ്റി, ജ്വലനം നൽകി ജ്വാലയാക്കി, വചനം നൽകി വാനിലുയർത്തി എൻ കാതലാമേശുവേ. ഉയിരാണേ, പറഞ്ഞേ, എന്നുയിരാണേ, എന്നുയിരാണേ, എന്നുയിരാണേ. എന്താണ്? എന്നുയിരാണേ. കൈകൾ ഉയർത്തി, എന്നുയിരാണേ, വലത് ഉയർത്തി. എന്നുയിരാണേ, എന്നുയിരാണേ. ഇനി നെഞ്ചിലടിച്ച് ഒന്ന് പറഞ്ഞേ, എന്നുയിരാണേ, 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 എന്നുയിരാണേ. ആത്മാവേ, ശുദ്ധാത്മാവേ, ഈശോയേ, ജീവനാ നിന്റെ പരിശുദ്ധാത്മാവിനെ ചേർന്ന്
ആത്മാവേ ശുദ്ധാത്മാവേ ജീവനാ ജീവാത്മാവേ ജീവനാ ജീവാത്മാവേ. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കാം, ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കണം. സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, വിട്ടുകൊടുക്കരുത്, തളർന്നു പോകരുത്, ദൈവത്തെ ആരാധിക്കണം. ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ ഞാൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നുപോയി. വിശ്വാസമുണ്ടായിരുന്നു, ദൈവത്തോട് ഭയങ്കര ഇഷ്ടവുമായിരുന്നു. ഉയിരിൻ്റെ ഉയിരായി ദൈവത്തെ നെഞ്ചിലേറ്റി. ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നില്ല. അവിടെ വച്ച് ചില ചെതറിയ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ, ആ നിഴൽ വീണ താഴ്വര നെഞ്ചുകൂടിനെ വലിച്ചു കീറി. ഇനി മുന്നോട്ട് നടക്കുവാൻ വഴിയില്ല. മുമ്പിൽ ചെങ്കടലും പുറകിൽ ഈജിപ്തും, ഇടതും വലതുമെല്ലാം മലകളാ. വഴിയടഞ്ഞ ഒരു സമയം. ഒറ്റയ്ക്ക് വിഡ്രോവൽ സിംറ്റം പോലെ ഉള്ളിലേക്ക് 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 വലിഞ്ഞു. ആരും അടുത്തില്ല, ആരും അടുത്തുണ്ടായിട്ട് കാര്യവുമില്ല എന്ന് തോന്നുന്ന സമയം. തകർന്ന സമയങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ചു കൊടുക്കുവാനൊക്കെ നോക്കി, നടന്നില്ല. പക്ഷേ നെടുവീർപ്പുകൾ ഭക്ഷണമായി മാറിയപ്പോൾ കണ്ണുനീരിന് നടുവിൽ ഒരു ബോധ്യം ആത്മാവ് നൽകിക്കൊണ്ടേയിരുന്നു. മറ്റൊന്നുമായിരുന്നില്ല, ദൈവം എല്ലാം അറിയുന്നവനാണ്. ഈശോയെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിന്റെ അരമനയുടെ അണ്ടർഗ്രൗണ്ടിൽ സെല്ലാറ് പോലൊരു സ്ഥലത്ത് അവനെ കിടത്തി. രാത്രിയിൽ ഒറ്റയ്ക്കായി. കൂടെയുണ്ടായിരുന്ന 12 പേരെ കാണാനില്ല. അതിലൊരുവൻ, നെഞ്ചോട് ചേർന്നിരുന്നവൻ, ഒറ്റും കൊടുത്തു. മുന്നോട്ട് വഴിയില്ല. ജീവിതത്തിൽ ആകെ സങ്കടങ്ങളും ഒറ്റയ്ക്ക്. കാലങ്ങൾക്ക് മുമ്പ് യേശുവിന് ഈ ഒരു കാര്യം നടക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സങ്കീർത്തകൻ 88-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതി വെച്ചു. കോറഹിന്റെ പുത്രന്മാരുടെ സങ്കീർത്തനം. അതിലിങ്ങനെയാണ് എഴുതിയത്: കർത്താവേ, പകൽ മുഴുവൻ ഞാൻ സഹായത്തിനായി അപേക്ഷിക്കുന്നു. രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ. എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ്. എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ ശക്തി ചോർന്നു പോയി. മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടീരത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെ പോലെയും അങ്ങിനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവനായ ഉയിരായ യേശുവിൻ്റെ അകത്തൂടെ പോയ സംഭവമാണ്. സങ്കീർത്തകൻ മുന്നേ കൂട്ടി അത് എഴുതി വെച്ചു. പരിത്യക്തന്റെ വിലാപം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയും ഈ സ്തുതിയും ഈ സമർപ്പണവും ആത്മാവിലും സത്യത്തിലും കടന്നു വരുമ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ ഉയിരാണവൻ,
എൻ്റെ ഉയിരാണവൻ. എങ്ങനെയാണ് നമ്മൾ ഈ കടന്നു പോകുന്ന ഈ സാധ്യതയിൽ നമുക്ക് ദൈവത്തോട് ഒന്ന് ചേർന്നിരിക്കാൻ പറ്റുക? എങ്ങനെയാണ് എനിക്ക് ഒരു മാറ്റം ഉണ്ടാവുവാൻ പറ്റുക? എങ്ങനെയാണ് ഞാൻ ആത്മാവിൽ നിറയുവാൻ പറ്റുക? ആത്മാവിന്റെ ജ്വലനവും ജ്വാലയും എന്നെ കീഴ്മേൽ മറിക്കുക. ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിക്കാം. ബൈബിൾ ഹൃദയത്തെ തൊടുന്ന ദൈവത്തിൻ്റെ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായ സർവജ്ഞാനിയായ ഓംനിസിയന്റ് എന്ന വലിയ ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തുവെച്ച് ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ നമ്മുടെ നെഞ്ചിലേക്ക് കൊണ്ടുവന്ന ഉറപ്പായി ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഊളിയിട്ട് ചവിട്ടുനട മുഴുവൻ താന്നു പോകുന്ന ഈ വെള്ളത്തിൽ, നിലയില്ല കയത്തിൽ ഇനി മരണം മാത്രമേ ഉള്ളൂ, മുന്നോട്ട് നടക്കുവാൻ വഴിയില്ല എന്ന് പറയുന്ന സമയത്ത് സങ്കീർത്തകൻ 139 സങ്കീർത്തനം നൽകി ദാവീദ് തൻ്റെ സങ്കീർത്തനം ഇങ്ങനെ എഴുതി വെച്ച്: കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലേന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽപ്പുണ്ട്. അങ്ങയുടെ കരം എൻ്റെ മേലുണ്ട്. 6-ാം വാക്യം. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ ഉന്നതമായ ഒരറിവ്. 7-ാം വാക്യം. ചുമ്മാ ഇരുകരങ്ങളും മാറോട് ചേർത്ത് പിടിച്ച് 7-ാം വാക്യം. കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്നേ. മരണത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെയും മനസ്സിലാക്കപ്പെടാതെ പോകുന്നതിൻ്റെയും തള്ളപ്പെടലിൻ്റെയും ഒരു തെറ്റിദ്ധാരണയുടെയൊക്കെ നടുവിൽ അങ്ങിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ, പാതാളത്തിൽ കിടക്ക് വരിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. പ്രഭാതത്തിൽ ചിറക് വരിച്ചാൽ, സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ, ഈ വലത് കൈ എന്നെ പിടിച്ച് നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, പൊക്കോട്ടെ, എല്ലാം തീർന്നു. ഞാൻ ഒറ്റയ്ക്കായി, ഈ ഐസിയുവിൽ ഒറ്റയ്ക്കാകും. ഞാൻ മരിച്ചു പോകും. ഈ രോഗം എന്നെ തകർത്ത് കളയും. എനിക്കൊരു അനുഗ്രഹം വരില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരിക്കാം. എന്നാൽ ദൈവം പറയുന്നു, ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. പകൽ പോലെ രാത്രി പ്രകാശപൂർണമായിരിക്കുമെന്ന്. കാരണം എന്നാ? എനിക്ക് ബൈഹാർട്ടാ. ഈ വാക്യം എൻ്റെ ഹൃദയത്തെ കുളിരുകോരുന്നു. എന്നാ വചനമാ! അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാനങ്ങേ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങനെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്.
എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ അങ്ങനെ കുറിച്ച് എഴുതി വെച്ചു. എന്നെ വിളിച്ചു, എന്നെ തെരഞ്ഞെടുത്തു, എന്നെ മാറ്റി. അല്ലയോ മോനെ, അല്ലയോ മോളെ, കൈ രണ്ടും മാറോട് ചേർത്ത് ഏത് ഏകാന്തതയിലും, ഏത് തള്ളപ്പെടലിലും, ഏതൊറ്റപ്പെടലിലും ഇന്നിങ്ങനെ വർഷിപ്പ് ചെയ്യാം. എൻ്റെ ഉയിര്, എൻ്റെ ദൈവം, യേശു, പരിശുദ്ധാത്മാവ്, അവനെല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ, എല്ലാം അറിയുന്നവൻ. വിശ്വസിച്ചേ. കൈകൾ മാറോട് ചേർത്ത്. എന്താണ്? എന്താണ്? ഉയിരാണേ, എന്നുയിരാണേ, ഉയിരാണേ, എന്നുയിരാണേ, എന്നുയിരാണേ, എന്നുയിരാണേ. പറഞ്ഞേ. ഉയിരാണേ, വലതു കൈ നീട്ടിപ്പിടിച്ചു, എന്നുയിരാണേ, കൈകൾ ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി. എന്നുയിരാണേ, ഒന്നുകൂടെ. ഉയിരാണേ, എന്നുയിരാണേ, എന്നുയിരാണേ, എന്നുയിരാണേ. ആത്മാവേ, ശുദ്ധാത്മാവേ, ജീവനാ ജീവാത്മാവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി, എന്താണ്? വിസ്മരണീയമായി സൃഷ്ടിച്ചു. നമ്മുടെ ദൈവം സൂപ്പർ അല്ലേ? നമ്മുടെ പരിശുദ്ധാത്മാവ് അതിശക്തനല്ലേ? അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് ഉയിരല്ലേ, എൻ്റെ എല്ലാം അല്ലേ. ഇന്നത്തെ ദിവസം എഴുന്നേറ്റ് നിങ്ങൾ നടന്നു പോകും, ഡ്രൈവ് ചെയ്യും, അല്ല കിടന്നുറങ്ങും. അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ, കിച്ചണിൽ, വഴിയിൽ, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പം നിങ്ങൾ പറയണം, എന്നുയിരാണേ, എന്നുയിരാണേ, എന്നുയിരാണേ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ്. ആ വലതുകരം ബൈബിളിൽ കൈവച്ച് ആഗ്രഹത്തോടെ പോകാം. ഈ സംഗീതം, ഈ സങ്കീർത്തകന്റെ സ്വരം, ആത്മാവിൻ്റെ നിറവ് ഹൃദയത്തെ വന്ന് മൂടട്ടെ. ഒരു മഞ്ഞുകൂടാരം പോലെ ഈ വർഷിപ്പ് നിങ്ങളെ ഇങ്ങനെ തുടർന്ന് കുത്തി മുറിക്കുന്നത് പോലെ നിങ്ങളെ ഫോളോ ചെയ്യട്ടെ. എൻ്റെ ഉയിരാണേ.